ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് മൈ ഹാപ്പിനെസ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഡെയിലി പ്ലാനർ, ഒരു ജേണൽ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. വെച്ചാൽ ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ക്യാൻവയിൽ ടെംപ്ലേറ്റ്സ് ഉണ്ടാക്കി അത് പേപ്പറിൽ പ്രിൻ്റ് എടുത്ത് എന്നിട്ട് ഒരു ബുക്ക് രൂപത്തിലാക്കിയതാണ്. പക്ഷെ ഇത് കുറച്ച് പേജുള്ള ഒരു ജേണലാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. കുറേ കാലമായ ഒരു ആഗ്രഹമായിരുന്നു ഒരു ജേണൽ, എൻ്റേതായിട്ടുള്ള ഒരു ഇഷ്ടങ്ങൾ ഒക്കെ ഉള്ള ഒരു ജേണൽ പ്ലാനർ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകണ മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് പോവാം. ഇത് ഞാൻ സാധാരണ A4 ഷീറ്റിൻ്റെ വലുപ്പമുള്ള ഒരു പേപ്പറാണ്. ഞാനിത് ഈ ഒരു A4 ഷീറ്റിൻ്റെ കട്ടിയല്ല, അതിനേക്കാൾ കുറച്ചും കൂടി തിക്കായിട്ടുള്ളത്. പിന്നെ അതേപോലെ A4ൻ്റെ അതേ കളറും അല്ല. A4 പ്യുവർ വൈറ്റ് ആണല്ലോ, പക്ഷേ ഇത് ഒരു ഓഫ് വൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന് ഒരു A4നെക്കാട്ടി റേറ്റ് കൂടുതലുള്ളൊരു പേപ്പറാണ്. അപ്പോൾ ആ പേപ്പർ ഇതുപോലെ ജേണൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇതിനനുസരിച്ച് പ്രിൻ്റ് ചെയ്തതായിരുന്നു. ആ ഒരു ഫോൾഡിങ്ങൊക്കെ വരുന്ന ഒരു ചെറിയൊരു ബുക്കാണ്. A4ൻ്റെ പേപ്പർ മടക്കി കഴിഞ്ഞാലുള്ള ആ ഒരു സൈസിനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് പ്രിൻ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ നമ്മൾ മടക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും അങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചു. അതിന് ശേഷം ഇതൊന്ന് അൺഫോൾഡ് ചെയ്യണുണ്ട്. അതായത് വീണ്ടും നമ്മൾ മടക്കിയതൊന്ന് തിരിച്ച് സാധാ പോലെ ആക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ പേപ്പറും എങ്ങനെയാണോ വരേണ്ടത് അതിനനുസരിച്ച് മുകളിലേക്ക് മേലൊക്കെ വെച്ച് കൊടുത്ത്, ഇതൊരു കുറച്ച് പേപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോന്നോരോന്ന് വെച്ചു. ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത പോർഷനിൽ നമ്മൾ തുന്നി കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാം ഈ ഒരു കുറച്ച് പേപ്പേഴ്സുള്ളൂ. അപ്പോൾ ആ പേപ്പർ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടാണ് തുന്നി കൊടുക്കുന്നത്. നമ്മൾ കുറേ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ 10 പേപ്പർ അങ്ങനെ എത്ര പേപ്പറാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് 10 പേപ്പറാണെന്നുണ്ടെങ്കിൽ 30 പേപ്പറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, 10 പേപ്പർ ഒരുമിച്ച് തുന്നി കൊടുക്കുക, പിന്നെ 10 വേറെ 10. അപ്പോൾ എന്നിട്ട് പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് വെക്കണം. അപ്പോൾ ഇതിൽ ഞാൻ ആകെ കുറച്ച് പേപ്പർ എടുക്കണുള്ളൂ. അപ്പോൾ ഒരുമിച്ചൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ അൺഫോൾഡ് ചെയ്ത് ലെയറാക്കി വെച്ച പേപ്പറിനെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എല്ലാ പേപ്പറിലും ഒരു സ്റ്റിച്ച് വരണമല്ലോ. അപ്പോൾ ഒന്ന് പെൻസിൽ വെച്ചിട്ട് ആദ്യം മാർക്ക് ചെയ്യുന്നുണ്ട് 2 ഭാഗത്തായിട്ട്. ഈ ടോപ്പിലെ പേപ്പറിൻ്റെയും ബോട്ടമിലെ പേപ്പറിൻ്റെയും ഒരേ അളവിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനനുസരിച്ച് തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ബാക്ക് സ്റ്റിച്ചാണ് യൂസ് ചെയ്തത്. ആദ്യം ഒരു സ്റ്റിച്ച് എടുത്തു, ഏകദേശം അടുത്ത മാർക്കിങ്ങിൽ ആ സ്റ്റിച്ച് താഴേക്കെടുത്തു, അങ്ങനെ എന്നിട്ട് കെട്ടി, അങ്ങനെയൊക്കെയാണ് ഇടുന്നത്. ഞാനിവിടെ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് തുന്നി കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മാർക്ക് ചെയ്യണത്. എല്ലാ പേപ്പറും ഒരുമിച്ച് അൺഫോൾഡ് ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുത്തു. അതിന് ശേഷമാണെന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിൽ നിന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. ഏകദേശം തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് ജസ്റ്റ് ഞാനൊരു കവർ ഉണ്ടാക്കിയിരുന്നു. അതായത് കവർ പേജ്, ഈ ഒരു പേജ് വെച്ചിട്ട് തന്നെ ഒരു ഡിസൈന് മാത്രം മാറ്റിയിട്ട് ഹാപ്പിനെസ് ഈസ് ഇൻസൈഡ് യു എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതൊന്ന് വെച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ.
അതിനുശേഷം ഈ ഒരു ഹാപ്പിനെസ് ഈസ് ഇൻസൈഡ് യു എന്ന് എഴുതിയ പേപ്പർ ഒന്ന് നമ്മൾ രണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഫസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഈ ഒരു ബുക്ക് തന്നെ ഞാൻ യൂസ് ചെയ്യണ മുമ്പ് തന്നെ കുറച്ചും കൂടി പേജ് ആഡ് ചെയ്തിട്ട് വേറെ മോഡലാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.